ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ഏറ്റവും ലളിതമായും ആധികാരികമായും പഠിക്കാൻ നാം ഓരോരുത്തരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനമാണ് നാം ഈ ദിനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ തുടക്കം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഈ കഥയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഹാമാൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ വംശത്തിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. അഗാഗ് വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഹാമാൻ. എന്താണ് ഈ അഗാഗ് വംശം? ആരാണ് അഗാഗ്? ഇവരും യഹൂദരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് കണ്ടെത്താനായി ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം പുറപ്പാടിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ യാത്രയിൽ ആദ്യമായി പ്രതിബന്ധമായി നിന്ന് യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയ ഒരു ജനതയായിരുന്നു അമലേക്യർ. ആ അമലേക്യരുടെ കുലത്തിൽപ്പെട്ട ഒരു രാജാവാണ് അഗാഗ്. അപ്പോൾ പുറപ്പാട് യാത്രയുടെ കാലം മുതൽ തന്നെ അമലേക്യരും, അതായത് അഗാഗിൻ്റെ വംശജരും ഇസ്രായേലിനും തമ്മിലുള്ള ശത്രുത നിലവിലുണ്ട്. പിന്നീട് സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ സാവൂൾ രാജാവും അമലേക്യരും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അഗാഗ് രാജാവും സാവൂളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദൈവഹിതപ്രകാരം അവരെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യണം എന്ന് സാമുവേൽ പ്രവാചകൻ സാവൂൾ എന്ന രാജാവിനെ അറിയിച്ചെങ്കിലും അവനത് അനുസരിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് സാമുവേൽ പ്രവാചകൻ തന്നെ നേരിട്ടാണ് ആ ദൈവഹിതം പൂർത്തിയാക്കുന്നത്. ഏതായാലും ചരിത്രത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ അമലേക്യരും ഇസ്രായേല്യരും അഥവാ അഗാഗിൻ്റെ വംശജരും ഇസ്രായേല്യരും തമ്മിൽ ശത്രുതയിൽ ആയിരുന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം, മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി മിഡിൽ ഈസ്റ്റിൽ ഉള്ള ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വളരെ നീണ്ട ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അതായത് ചരിത്രത്തിലെ മുറിപ്പാടുകളെ മറക്കുകയോ പൊറുക്കുകയോ ചെയ്യാൻ വളരെ വൈമനസ്യം കാണിക്കുന്ന ജനതകളാണ് മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്നത്. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെയും മറ്റ് കലാപങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം അതുതന്നെയാണ്. യഹൂദ ജനതയായിക്കൊള്ളട്ടെ, അറേബ്യൻ ജനതയായിക്കൊള്ളട്ടെ, സിറോ ഫിനീഷ്യരായിരുന്ന ടയറോ ലെബനോനോ നിവാസികളായിക്കൊള്ളട്ടെ, സിറിയക്കാരായിക്കൊള്ളട്ടെ, ഇറാഖികളോ ഇറാൻകാരോ ആയിക്കൊള്ളട്ടെ, ചരിത്രത്തിലെ മുറിപ്പാടുകളെ പൊറുക്കുകയോ മറക്കുകയോ ചെയ്യാതെ പകരം വീട്ടാനായി നൂറ്റാണ്ടുകൾ കാത്തിരിക്കുന്ന ജനതയാണവർ. അപ്പോൾ ഇതാ ഇസ്രായേലിയുടെ ശത്രു വംശജനായ അഗാഗ് വംശജനായ ഹാമാന് ഒരു സുവർണ അവസരം കൈവന്നിരിക്കുന്നു. ഹാമാൻ എന്ന വ്യക്തിയെ അഹസ്വേരൂസ് രാജാവ് തൻ്റെ സാമ്രാജ്യത്തിലെ
വലിയ ഉന്നത പദവി നൽകി ആദരിക്കുകയാണ്. ഇങ്ങനെ ഉന്നത പദവി നൽകി രാജ്യത്തിലെ തന്നെ സെക്കൻഡ് വൺ ഇൻ കമാൻഡ്, രണ്ടാമത്തെ അധികാര സ്ഥാനത്തിലേക്ക് ഇസ്രായേല്യരുടെ ശത്രുവംശത്തിൽപ്പെട്ട ഒരുവൻ ഉയർത്തപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് മൊർദെഖായിക്ക് ഇയാളോട് വൈരമുണ്ടാകുന്നത് എന്നതിൻ്റെ കാരണം ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിന് ഇത്തരത്തിലുള്ള ചരിത്രപരമായ കാരണങ്ങളുണ്ട്. മാത്രവുമല്ല, അഗാഗ് വംശജനായ ഹാമാൻ അയാൾ ഇത്തരത്തിൽ വലിയ ഒരു ഉന്നത സ്ഥാനത്ത് വന്നാൽ തീർച്ചയായും ചരിത്രത്തിലെ മുറിപ്പാടുകളെ ഓർത്തെടുക്കുകയും ഇസ്രായേൽക്കാർക്കെതിരെ പ്രതികാരം ചെയ്യുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. അയാൾ ഇസ്രായേലിനെ തകർത്ത് കളയാൻ എന്ത് ശ്രമവും നടത്തും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു സ്ഥാനത്തേക്ക് ഇസ്രായേലിൻ്റെ ശത്രു വംശത്തിൽപ്പെട്ട ഹാമാൻ കടന്നു വരുമ്പോൾ മൊർദെഖായി അവൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. എന്തുകൊണ്ടാണ് മൊർദെഖായി അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്യാത്തത് എന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ പ്രധാനമായി നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തേത് ചരിത്രപരമായ കാരണമാണ്, രണ്ടാമത്തേത് ദൈവശാസ്ത്രപരമായ കാരണമാണ്. സത്യത്തിൽ കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം എന്ന് രാജകൽപ്പനയുണ്ടായിരുന്നു. അവനോട് ആദരവ് കാണിക്കണമെന്ന് രാജകൽപ്പനയുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു രാജകൽപ്പന ഉണ്ടായിരുന്നിട്ട് പോലും മൊർദെഖായി അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് ചരിത്രപരവും വിശ്വാസപരവും വ്യക്തിപരവുമായ കാരണങ്ങളുണ്ടായിരുന്നു. ചരിത്രപരമായ കാരണം എന്താണ് എന്ന് ഞാൻ ഇതിനകം വിശദീകരിച്ചു. മൊർദെഖായി യഹൂദ വംശജനാണ്, ഹാമാൻ അഗാഗ് വംശത്തിൽപ്പെട്ട അമലേക്യനാണ്. അവർ തമ്മിൽ ഉള്ള വൈരം അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു ശത്രുവിൻ്റെ മുൻപിൽ പോയി വണങ്ങാനോ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനോ മൊർദെഖായി തയ്യാറായില്ല. വിശ്വാസപരമായ കാരണം എന്തായിരിക്കാം? നമുക്കറിയാം, യഹൂദർ ദൈവമായ കർത്താവിനെ മാത്രമേ വണങ്ങുകയുള്ളൂ. അവൻ്റെ മുമ്പിൽ മാത്രമേ അവർ മുട്ടുമടക്കുകയുള്ളൂ. മറ്റൊരു രാജാവിൻ്റെയോ കിങ്കരൻ്റെയോ മുൻപിൽ മുട്ടുമടക്കുകയോ വണങ്ങുകയോ ചെയ്യാൻ യഹൂദർ തയ്യാറാവുകയില്ല. അതവരുടെ വിശ്വാസത്തിനെതിരാണ്. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ബാബിലോൺ പ്രവാസകാലത്ത് ദാനിയേൽ പ്രവാചകൻ്റെ സുഹൃത്തുക്കളായ 3 പേർ രാജാവിനെ വണങ്ങാൻ തയ്യാറാകാത്തതിരുന്നതിൻ്റെ പേരിലാണ് അവരെ വലിയ ഒരു തീച്ചുളയിലേക്ക് എറിഞ്ഞത്. ദാനിയേൽ പ്രവാചകൻ തന്നെ രാജാവിനെ വണങ്ങാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പേരിലാണ് പിന്നീട് സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടത്. തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടാലും സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും വണങ്ങുകയോ മറ്റാരുടെയും മുമ്പിൽ മുട്ടുമടക്കുകയോ ചെയ്യുകയില്ല എന്നത് യഹൂദരുടെ വിശ്വാസ പ്രതിജ്ഞയാണ്. മൂന്നാമത് വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ട്. ചരിത്രപരമായ കാരണങ്ങളുണ്ട്, വിശ്വാസപരമായ കാരണങ്ങളുണ്ട്, വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. എന്താണ് വ്യക്തിപരമായ കാരണം എന്നറിയണമെങ്കിൽ ഏതാനും ക്ലാസ്സുകൾക്ക് മുൻപ് നമ്മൾ വിശദീകരിച്ച ഒരു കാര്യം ഓർക്കുക. അതായത്, ഈ ഹാമാൻ ഇപ്പോൾ രാജാവ് വലിയ ഉന്നത സ്ഥാനം നൽകി വലിയ ആദരവോടുകൂടെ സ്വീകരിച്ചിരിക്കുന്ന ഈ ഹാമാൻ സത്യത്തിൽ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ്. ഈ രാജാവിനെ വധിക്കാനുള്ള ശ്രമം നടത്തിയ വ്യക്തിയാണെന്ന് മൊർദെഖായിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഹാമാനെ രാജാവ് ആദരിച്ച് ഉന്നത സ്ഥാനം നൽകിയിരിക്കുന്നുവെങ്കിലും അവനത് അർഹിക്കുന്നില്ല എന്നും ഹാമാൻ സത്യത്തിൽ ഒരു രാജദ്രോഹിയാണ് എന്നുമുള്ള അറിവ് മൊർദെഖായിക്കുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയായിരിക്കാം മൊർദെഖായി അയാളുടെ മുമ്പിൽ മുട്ടുമടക്കുകയോ
അവനെ വണങ്ങുകയോ ചെയ്യാത്തത്. ഏതായാലും ഹാമാൻ്റെ മുൻപിൽ മൊർദെഖായി എന്ന രാജസേവകൻ മുട്ടുമടക്കുകയോ വണങ്ങുകയോ ചെയ്യുന്നില്ല. ഹാമാനോട് മൊർദെഖായി എന്ന രാജസേവകൻ ആദരവ് കാണിക്കുന്നില്ല, മറിച്ച് അനാദരവാണ് കാണിക്കുന്നത്. അവനൊരു യഹൂദനാണ്. ഈ വിവരങ്ങളെല്ലാം മറ്റ് രാജസേവകന്മാർ പോയി ഹാമാനെ അറിയിക്കുകയാണ്. ഉടനെ ഹാമാൻ്റെ നിലപാടെന്താണ് എന്ന് ഇവിടെ നമ്മൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മൊർദെഖായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി, അവന് കോപമുളവായി. എന്നാൽ മൊർദെഖായിയെ മാത്രം വധിച്ച് തൻ്റെ ക്രോധമടക്കാമെന്ന് ഹാമാൻ കരുതുന്നില്ല. കാരണം ഹാമാൻ എന്ന അഗാഗ് വംശജൻ്റെ ഉള്ളിൽ എരിയുന്ന വൈരമുണ്ട്. അതിനെ പൂർത്തിയാക്കണമെങ്കിൽ യഹൂദരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന താല്പര്യമാണ് ഹാമാനുള്ളത്. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരാ എന്നവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരൂസിൻ്റെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. നോ ജൂസ് ഷുഡ് ലിവ്. യഹൂദർ പരിപൂർണമായും കൊല്ലപ്പെടണം. ഇന്നും ഇതേ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. യഹൂദർ പരിപൂർണമായും കൊല്ലപ്പെടണം. ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ ആദ്യമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, പേർഷ്യക്കാലത്ത് ആഗ്രഹിച്ച വ്യക്തിയാണ് ഹാമാൻ. ഹാമാൻ യഹൂദരുടെ വംശഹത്യ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യഹൂദ വിരുദ്ധതയുടെ, ആൻറ്റി സെമിറ്റിസത്തിൻ്റെ ആൾരൂപമായി ഹാമാനെ ചരിത്രത്തിൽ കാണുന്നത്. ചരിത്ര വഴികളിൽ എത്ര തവണയാണ് യഹൂദർ വംശനാശ ഭീഷണി നേരിട്ടത്. ഇന്നും അത് തുടരുകയാണ്. രാജാവ് നൽകിയ സ്ഥാനമാനങ്ങൾ, പദവികൾ ഒരു ജനതയുടെ ഉന്മൂലനത്തിന് വേണ്ടി ഹാമാൻ ഉപയുക്തമാക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അധികാരം പ്രതികാരത്തിനും ശത്രുനിർമ്മാർജ്ജനത്തിനുമായി ഉപയോഗിക്കുന്നവർ ആത്യന്തികമായി പരാജിതരാകും എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കും. ഇത്തരത്തിൽ യഹൂദരെ ഉന്മൂലനം ചെയ്യാൻ, ജനോസൈഡ് നടത്താൻ ഉള്ള രാജശാസനത്തിന് വേണ്ടിയുള്ള രാജ അനുവാദം മേടിക്കാനായി ഹാമാൻ ശ്രമിക്കുന്നതാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അഹസ്വേരൂസ് രാജാവിൻ്റെ 12-ാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹാമാൻ്റെ മുൻപിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ടു. 12-ാം മാസമായ ആദാർ വരെ അവർ 1 മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരൂസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടേതിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിൻ്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി യഹൂദരുടെ വിരോധിയും ഹമ്മേദാഥായുടെ മകനും അഗാഗ്യനുമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. യഹൂദരെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള രാജാവിൻ്റെ അനുവാദം എപ്രകാരമാണ് ഹാമാൻ കരസ്ഥമാക്കുന്നത് എന്നാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അതിനുവേണ്ടി ആദ്യമായി അവർ ചെയ്യുന്നത്
ആദ്യമാസമായ നീസാൻ മാസം ഹാമാൻ്റെ മുമ്പിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ടു എന്നാണ്. അവർ ദിനം തോറും കുറിയിട്ടു. അഹസ്വേരോസ് രാജാവിൻ്റെ 12-ാം ഭരണവർഷം ആദ്യമാസമായ നീസാൻ മാസം ഹാമാൻ്റെ മുമ്പിൽ വെച്ച് അവർ ദിനം തോറും കുറിയിട്ടു. 12-ാമത്തെ മാസമായ ആദാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു. എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലം അവർ കുറിയിടൽ നടത്തുകയാണ് എല്ലാ ദിവസവും. എന്തിനു വേണ്ടിയാണ് ഈ കുറിയിടുന്നത്? യഹൂദ ജനതയുടെ ഉന്മൂലനമാണ്, വംശനാശമാണ് കുറിയിടലിൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ യഹൂദരുടെ കൂട്ടക്കൊലയ്ക്ക് ഏറ്റവും ഉചിതമായ ദിനം കണ്ടെത്താനാകാം കുറിയിട്ടത്. കുറിയിടുക എന്നത് ദൈവപ്രീതിക്ക് അല്ലെങ്കിൽ ദൈവപ്രീതിയുടെ അരുളപ്പാടുകൾ, ഭാവി പ്രവചനങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്കുള്ള മാർഗമായി ബാബിലോൺകാരും പേർഷ്യക്കാരും ഉപയോഗിച്ചിരുന്നു. ഇന്ന് പോലും ആളുകൾ അത്തരത്തിൽ കുറിയിട്ടുകൊണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാറുണ്ട്. യഹൂദരുടെ ഉന്മൂലനം പേർഷ്യൻ ദൈവങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് കുറിയിലൂടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കുറി വീഴുന്നത് അത് ദൈവത്തിൻ്റെ ഹിതമാണ്, പേർഷ്യക്കാരുടെ ദൈവങ്ങളുടെ ഹിതമാണ് എന്ന് സ്ഥാപിക്കാൻ കൂടി വേണ്ടിയാണ്. സത്യത്തിൽ ഈ കുറിയിടൽ ബൈബിളിൽ നമുക്ക് സാധാരണമായിട്ട് കാണാവുന്നതാണ്. പലയിടങ്ങളിൽ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. കുറിയിടൽ അവസാനമായി നമ്മൾ കാണുന്നത് പന്തക്കുസ്താ തിരുനാളിൻ്റെ തൊട്ട് മുൻപ് വരെയാണ്. കാരണം പന്തക്കുസ്താ തിരുനാളിന് ശേഷം ദൈവഹിതം എന്തെന്നറിയാൻ കൃത്യമായ ആത്മാവ് നൽകപ്പെട്ടു. അതിനു മുമ്പ് ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിയാനായിട്ടൊക്കെ കുറിയിടൽ നടത്തുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 26-ാം അധ്യായം 55-56 തിരുവചനങ്ങളിൽ ജനത്തോട് അവരുടെ വാഗ്ദത്ത ഭൂമി വിഭജിക്കുമ്പോൾ അത് എപ്രകാരം വിഭജിക്കണമെന്ന് അറിയാൻ കുറിയിടണം എന്ന് പറയുന്നുണ്ട്. നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആൾ കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട്, അതായത് കുറിയിട്ട് ഭാഗിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാ പ്രവചനൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആരാണ് ഈ കപ്പലിലുള്ള ദൈവനിഷേധിയായ മനുഷ്യൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറിയിടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആരു നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം. അവർ നറുക്കിട്ടു, യോനായ്ക്ക് നറുക്കു വീണു. അങ്ങനെയാണ് യോനായെ കപ്പലിൽ നിന്നെടുത്ത് കടലിലേക്ക് എറിയുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൊണ്ടുവരാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാം അധ്യായം 26-ാം തിരുവചനം. ഈശോ തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ് ഒറ്റുകാരനായി തീരുകയും പിന്നീട് അവൻ തൂങ്ങി മരിക്കുകയും ചെയ്തപ്പോൾ 12 പേരുടെ സ്ഥാനത്ത് വന്ന കുറവ് നികത്തുന്നതിന് ഒരാളെ തിരഞ്ഞെടുക്കാൻ അപ്പസ്തോലന്മാർ തീരുമാനിക്കുമ്പോൾ അതിനും അവർ അവലംബിക്കുന്നത് കുറിയാണ്, നറുക്കാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:26. പിന്നെ അവർ കുറിയിട്ടു, മത്തിയാസിന് കുറി വീണു, 11 അപ്പസ്തോലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. അതായത് കുറിയിടുക, നറുക്കിടുക ഇതെല്ലാം ദൈവഹിതം അറിയുന്നതിനുള്ളൊരു മാർഗമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും നമുക്ക് കാണാം. അത് പേർഷ്യക്കാരുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഒരു രീതിയായിരുന്നു. കുറി, നറുക്ക് എന്നതിന് ദ ലോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനുള്ള പേർഷ്യൻ വാക്കായിരുന്നു പെർ എന്നത്. പെർ എന്നതൊരു ഹീബ്രു വാക്കല്ല, അതൊരു പേർഷ്യൻ വാക്കാണ്, ഓൾഡ് പേർഷ്യൻ വാക്കാണ്. പെർ എന്ന ഓൾഡ് പേർഷ്യൻ വാക്കിൻ്റെ ബഹുവചന രൂപമാണ് പുരീം. അപ്പോൾ നറുക്ക് അല്ലെങ്കിൽ നറുക്കുകൾ എന്നാണ് പൂരീം എന്ന വാക്കിൻ്റെ അർത്ഥം. പൂരീം ആഘോഷം സത്യത്തിൽ ഈ കുറിയിടലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. യഹൂദരുടെ
കൂട്ടക്കൊലയ്ക്ക് ഉള്ള ദിവസം കണ്ടെത്താനുള്ള കുറിയിടൽ, യഹൂദരുടെ ഉന്മൂലന നാശത്തിന് സമയം കുറിക്കാനുള്ള കുറിയിടൽ. ആ കുറിയിടലിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പൂരീം എന്ന ഒരു പേര് ആ ആഘോഷം പിന്നീട് കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ് യഹൂദർ കൂട്ടക്കൊല ചെയ്യപ്പെടേണ്ടത്? എന്താണ് അവരുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് യഹൂദരുടെ വംശം നശിപ്പിക്കപ്പെടേണ്ടത്? ഇത് സ്ഥാപിക്കാനായിട്ട് ഹാമാൻ രാജാവിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ പറയുകയാണ്, പിന്നെ ഹാമാൻ അഹസ്വേരുസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളുടെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടേതിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ ചില നുണകൾ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി. ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ ചില നുണകൾ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി അന്നുമുണ്ട്, അത് ഇന്നും നമ്മൾ കാണുന്നുണ്ട്. യഹൂദർ രാജ്യദ്രോഹികളാണ് എന്ന കഥയാണ് ഇവിടെ രാജാവിനെ ധരിപ്പിക്കുന്നത്. സത്യത്തിൽ രാജാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഇടപെടൽ നടത്തിയ മഹാനായ മൊർദെഖായിയെ, അയാളുടെ വംശത്തെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. സത്യത്തിൽ മൊർദെഖായി ഉൾപ്പെടുന്ന യഹൂദ ജനത അവസരമുണ്ടായിട്ട് പോലും പേർഷ്യ വിട്ടുപോകാതെ പേർഷ്യയുടെ ഭാഗമായി സൂസായിലും മറ്റും ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അവരാണിപ്പോൾ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തപ്പെടുന്നത്. എന്തുകൊണ്ട്? യഹൂദരുടെ മതനിയമങ്ങളുടെ വ്യതിരിക്തതയാണ് സത്യത്തിൽ ഒരു ജനതയായി അവരെ നിലനിർത്തുന്നത്. അവർ പ്രവാസത്തിലായിരുന്നപ്പോഴും അവർ വിദേശങ്ങളിലായിരുന്നപ്പോഴും ഒക്കെ യഹൂദ അസ്തിത്വം നൽകിയ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവരുടെ നിയമസംഹിത, ഡെക്കലോഗ് എന്ന് വിളിക്കുന്ന തോറ തന്നെയാണ്. പ്രവാസികളായി മറ്റ് ജനതകളുടെ ഇടയിൽ കഴിഞ്ഞപ്പോൾ അവരുടെ ഏകദൈവ വിശ്വാസം, നിയമസംഹിതകൾ എന്നിവ അവരുടെ അനന്യതയുടെ അടിസ്ഥാനങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവും. എന്നാൽ യഹൂദർ ഒരിക്കലും രാജ്യവിരുദ്ധരോ ദേശദ്രോഹികളോ ആയിരുന്നില്ല. അവർ ബുദ്ധിമാന്മാരായിരുന്നു, കഠിനാധ്വാനികളായിരുന്നു. ആ ബുദ്ധിയും കഠിനാധ്വാനവും ഒക്കെ ഉപയോഗിച്ച് അവർ ധനം ആർജിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അവർ രാജ്യദ്രോഹികളോ ദേശദ്രോഹികളോ ആയിരുന്നില്ല. അടിമത്തത്തിൻ്റെ നാട്ടിലും അടിമത്തത്തിൽ കിടന്നപ്പോഴും അവർ ആ നാടിൻ്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ജനമാണ്. ആ ജനത്തെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ് പടച്ചുവിടുന്ന നുണകളുടെ അടിസ്ഥാനത്തിൽ ഹാമാൻ ആവശ്യപ്പെടുന്നത്. ഇതുമാത്രമല്ല, ഇത്തരത്തിൽ ആ ജനത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കൈക്കൂലി നൽകാനും ഹാമാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിൻ്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം എന്നാണ് ഹാമാൻ പറയുന്നത്. യഹൂദരെ ഉന്മൂലനം ചെയ്യാനുള്ള രാജശാസനത്തിന് വേണ്ടി ഭീമമായ ഒരു തുക മുടക്കാനും ഹാമാൻ തയ്യാറാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരിക്കലും അസ്തമിക്കാത്ത അവരുടെ വൈരം, അവരുടെ വൈരാഗ്യം. അപ്പോൾ അനുകൂലമായ ഒരു തീരുമാനം വില കൊടുത്ത് വാങ്ങാൻ കൈക്കൂലി വാഗ്ദാനം ചെയ്യപ്പെടുകയാണ്. ഇത് ഹാമാൻ യഹൂദരോടുള്ള ശത്രുതയുടെ ആഴം വായനക്കാരായ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഏതു വിധേനയും തൻ്റെ ലക്ഷ്യം സാധിക്കാൻ ഹാമാൻ ശ്രമിക്കുന്നു. നുണപ്രചാരണം, കൈക്കൂലി, അധികാര ദുർവിനിയോഗം എന്നിവയെല്ലാം
അയാൾ ഉപയുക്തമാക്കുന്ന ചില മാർഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ നുണപ്രചാരണം നടത്തി, കൈക്കൂലി വാഗ്ദാനം ചെയ്ത്, അധികാര ദുർവിനിയോഗം ചെയ്ത് രാജാവിനെ തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ച ഹാമാൻ തൻ്റെ ദൗത്യത്തിൽ വിജയിക്കുന്നു. രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി ഹാമാന് കൊടുത്തു എന്നാണ്. രാജമുദ്ര ചാർത്തി രാജശാസനം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി രാജമോതിരം കൊണ്ട് മുദ്ര വയ്ക്കുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. അതായത് രാജാവ് കയ്യിലണിയുന്ന ഒരു മോതിരം, ആ മോതിരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സീലുണ്ടാവും, ഒരു മുദ്രയുണ്ടാവും. അപ്പോൾ രാജശാസനത്തിലേക്ക് രാജാവ് ഈ മോതിരം കൊണ്ടൊരു മുദ്ര പതിച്ചാൽ അതിനർത്ഥം ആ രാജശാസനം സത്യമാണെന്നും രാജാവിൻ്റെ മനസ്സാണ് ആ മോതിരത്തിലൂടെ വെളിവാകപ്പെടുന്നത് എന്നാണ്. മറ്റെല്ലാ രാജശാസനങ്ങളും ഫേക്കായിരിക്കും. അപ്പോൾ രാജമോതിരം രാജാവ് ഊരി ഹാമാന് നൽകുന്നു എന്നതിൽ നിന്നും ഏത് വിധത്തിലുമുള്ള രാജശാസനം എഴുതിയുണ്ടാക്കാനും അത് രാജമുദ്രയോടെ പ്രസിദ്ധീകരിക്കാനുമുള്ള അനിയന്ത്രിതമായ അധികാരം ഹാമാന് നൽകപ്പെടുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ എഴുതി മുദ്ര വയ്ക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. യഹൂദർക്കെതിരെ അനിയന്ത്രിതമായ ഒരധികാരം ഹാമാൻ നൽകപ്പെടുന്നു. ഇനി എന്താണ് സംഭവിക്കുക? അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വിശദമാക്കാം.